എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രോതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 69 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ആർദ്രമായി ഊഷ്മളമായി സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാചകങ്ങൾ എങ്ങനെ എഴുതുമെന്നതിനെ കുറിച്ച് സംബന്ധിച്ചാണ്. അതായത് കോംപ്ലക്സ് സെൻറ്റൻസ്, ആ വാക്കുപോലെ തന്നെ കോംപ്ലക്സ് ആയ സെൻറ്റൻസുകളാണ് നമ്മൾ എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും അതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചും വേണം ഈ ക്ലാസ് എത്തിക്കാൻ. എന്നാലാണ് നമുക്ക് അല്പം കാര്യങ്ങൾ ഇതിൽ പിടികിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ ഭക്തിയോടെയും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ. സ്നേഹസ്വരൂപം ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി സ്നേഹസ്വരൂപം ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. ആത്മപ്രപഞ്ചമായി വാണിടുന്നു. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാനെനിക്ക് തുണയാകണേ. സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങാം. നമ്മളിപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിനെ പഠിച്ചു കഴിഞ്ഞു. ഡൗൺ ക്ലോസ് പഠിക്കാനായിട്ട് തുടക്കവും ഇട്ടു അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു അഭ്യാസം ചെയ്ത് കൊണ്ടുവരാൻ തന്നിരുന്നു. ആരെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ വലിയ വാചകങ്ങൾ എഴുതാൻ കഴിയണമെങ്കിൽ, വലിയ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള, നമുക്ക് അഡ്വർബ് ക്ലോസുകൾ, അഡ്ജക്റ്റീവ് ക്ലോസുകൾ, നൗൺ ക്ലോസുകൾ ഒക്കെ എഴുതാൻ പഠിക്കണം. അല്ലാതെ വൃത്തിയില്ല. അതാണ് ഏറ്റവും സങ്കീർണമായ വാക്യങ്ങളും മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന വാക്യങ്ങളൊക്കെ എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്.
എല്ലാവർക്കും ഭയങ്കര ഒരു കൊതിയാണ് ഇത് വലിയ വാചകങ്ങൾ എഴുതുക എന്നുള്ളത്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു നെഫ്യൂ എൻ്റെ അടുത്തേക്ക് വന്നു. ആള് +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം എൻ്റെ അങ്കിൾ നിന്നാണ് വിളിക്കുക. അപ്പം എന്നോട് ഒരു സഹായം ചെയ്യണം അങ്കിൾ എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാര്യം ചോദിച്ചു. എനിക്കിതിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിയ വാചകങ്ങൾ കൂട്ടി കൂട്ടി ചേർത്ത് തീവണ്ടി വാചകങ്ങളാണ് പഠിക്കുന്നത്. തീവണ്ടി വാചകളാ. അതങ്ങനെയല്ലേ, ഒരു വാചകത്തിൻ്റെ പുറകിൽ ഒരു വാചകം പിന്നെ ഒരു വാചകം വന്ന് ഒരു പാരാഗ്രാഫ് പോലത്തെ വാചകങ്ങൾ എടുത്തിട്ട് ആഗ്രഹം. ഞാൻ ചോദിച്ചു എന്താ കാരണം ഇതുപോലെ തീവണ്ടി വാചകം എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആളും മലയാളം മീഡിയം പഠിച്ചേ. അപ്പോൾ ഒരു വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോൾ അവിടെയുള്ള കസിൻസും പല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ കിട്ടാത്തവരൊക്കെ കളിയാക്കി. മലയാളം മീഡിയത്തിൽ പഠിച്ച കാരണം ഇവർക്ക് ലോ സ്റ്റാൻഡേർഡാണ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ നല്ലതായിട്ട് വാചകങ്ങളൊന്നും വലിയ വാചകം എഴുതാനും കഴിയില്ല. അപ്പോൾ അവരാൾക്കാരെ മുമ്പിൽ കൊച്ചായി. അതാണ് അവരുടെ വിഷമം. അതുകൊണ്ടാണ് വലിയ വാചകങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു ഈ അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്വർബ് ക്ലോസ്, നൗൺ ക്ലോസ് പോലെ വാക്യങ്ങൾ പഠിച്ചത് പറ്റും. അങ്ങനെ അത് സാധ്യമായിട്ടുണ്ട്. എനിക്ക് ഇന്നാണ് തെളിവും കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വാചകങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാവർക്കും ആളുകളുടെ മുമ്പിൽ കൊച്ചാവാതിരിക്കാൻ എന്ത് വേണം, വലിയ വാചകങ്ങളാണ് പഠിക്കുന്നത്, അത് പറയാൻ കിട്ടണം. അപ്പോൾ വലിയൊരു അന്തസ്സുള്ള കാര്യമാണ്, ഒരു അംഗീകാരം കിട്ടുന്ന കാര്യമാണെന്നൊക്കെ മനസ്സിലായി. അതാണ് ആൾക്കാർക്ക് ഇതിലുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിലെ ചേതോ വികാരം. അപ്പോൾ അത് പക്ഷേ ആഗ്രഹമുള്ളവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അഭ്യാസമായി തന്നിട്ടില്ലേ, അത്തരം വാചകങ്ങൾ എഴുതാൻ പഠിക്കണം. അതിൻ്റെ ആ ഗുട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. എന്താണ് അതിൻ്റെ സീക്രട്ട്, എങ്ങനെയാണ് നമുക്കത് എഴുതാൻ കഴിയുക. ആ സീക്രട്ട് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. മാത്രമല്ല ഇംഗ്ലീഷ് എന്ന ഭാഷയുടെ തന്നെ ആ ഗുട്ടൻസ് നിങ്ങൾക്ക് പിടികിട്ടും. എന്താണ് ഇതിൻ്റെ മറി, ഇംഗ്ലീഷിലെ വലിയ വാചകങ്ങൾ എഴുതാനുള്ള ആ മറി അഥവാ ആ രഹസ്യം എന്ന് നിങ്ങൾക്ക് പിടികിട്ടും. പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ അഭ്യാസങ്ങൾ ഒന്നും കൂടി വിശകലനം ചെയ്ത് നോക്കാം. അതുകൊണ്ട് നമുക്കത് ഉറച്ചു കഴിഞ്ഞാൽ ആ നൗൺ ക്ലോസ് പഠിക്കുമ്പോഴും നമുക്ക് അത് വളരെയധികം പ്രയോജനപ്പെടും. കാരണം നൗൺ ക്ലോസ് ഒക്കെ ഉപയോഗിച്ച് വലിയ വലിയ വാചകങ്ങൾ എഴുതുന്നതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. അതാണ് കാരണം. ഓക്കെ, നമുക്കപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് വിശകലനം ചെയ്ത് ഒന്നുകൂടി നോക്കാം. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ഏത് വാചകമാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതേണ്ടതെന്നറിയും? 5ാമത്തെ വാചകമാണ് എഴുതേണ്ടത്. ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമുക്കറിയാം, ഇംഗ്ലീഷ് അറിയാം, അതിന് ഇംഗ്ലീഷൊക്കെ അറിയാം. സബ്ജക്റ്റ് അത് ചെയ്ത് ആര് അറസ്റ്റ് ചെയ്ത്? പോലീസാണ്. പോലീസ് ഫസ്റ്റ്, അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വെർബ് രണ്ടാമത്, മൂന്നാമത് ഉടമസ്ഥൻ. അപ്പം എന്താണ് ഫസ്റ്റ് 5ാമത്തെ വാചകമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടത്. അപ്പം എന്താണ് നിങ്ങൾ എഴുതുക? 5ാമത്തെ വാചകമാണ് ആദ്യം എഴുതുക. 5 ആണ് ആദ്യം വരിക. എന്തെങ്ങനെയാണ് വരിക? പോലീസ് അറസ്റ്റഡ് ദി ഓണർ. പോലീസ് അറസ്റ്റഡ് ദി ഓണർ, അതാണ് ആദ്യം വരിക. അപ്പോൾ അതിൽ പോലീസ് ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോലീസ് അറസ്റ്റഡ് ദി ഓണർ എന്ന് പറഞ്ഞ ഓണറാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ? ഈ ഓണർക്കൊരു വിശേഷണം ഉണ്ടെന്ന് വിചാരിക്കുക. വാചകമായിട്ടുള്ള വിശേഷണം ഉണ്ടെങ്കിൽ എവിടെ വയ്ക്കുക? ഓണറുടെ ശേഷം. ഓണർ എന്ന വാക്കിന് ശേഷം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ അപ്പോൾ ആ വാചകം എഴുതുക. അപ്പോൾ കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലി എന്ന വാചകമാണ് നമ്മളിപ്പോൾ വിശേഷണാക്കി മാറ്റം പോണത്, ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അല്ലേ? അപ്പോൾ കൂട്ടുകാരൻ ഉടമസ്ഥൻ തല്ലി, അതിൻ്റെ എന്താ ഇംഗ്ലീഷ് നമുക്കറിയാം. ഉടമസ്ഥൻ ഓണർ,
ആണ് തല്ലിയത്. അപ്പോൾ ഉടമസ്ഥനാണ് എന്ത്, ഓണറാണ് സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റിൽ ഓണർ ഒരു തല്ലി ബീറ്റ് ആരെ, കൂട്ടുകാരനെ. അപ്പോൾ ഉടമസ്ഥൻ ബീറ്റ് ദ ഫ്രണ്ട്, ഉടമസ്ഥൻ കൂട്ടുകാരൻ തല്ലി. അതിൽ അപ്പോൾ ഉടമസ്ഥൻ്റെ വിശേഷണമാകുമ്പോൾ ഉടമസ്ഥൻ മാറ്റുക അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, ദാറ്റ് ചേർക്കുക. അപ്പം എന്താ വരിക, ദാറ്റ് അല്ലെങ്കിൽ ഹൂ. ഉടമസ്ഥൻ പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഉടമസ്ഥൻ ഇല്ലേ, ബീറ്റ് ദ ഫ്രണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇതേ ബോർഡിലേക്ക് നോക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതായ അഭ്യാസത്തിലെ വാചകങ്ങൾ ഞാൻ വീണ്ടും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 5 വാചകങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പല നിറത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വാചകം കുട്ടി പട്ടം പറത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ വാചകം കുട്ടിയെ പട്ടി കടിച്ചു. മൂന്നാമത്തെ വാചകം പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞു. നാലാമത്തെ വാചകം കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലി. അഞ്ചാമത്തെ വാചകം ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ 5 സംഭവങ്ങളാണ് അല്ലേ. ഇത് കേട്ടപ്പോൾ 5 സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 5 സംഭവങ്ങൾക്കാണ് 5 വാചകങ്ങൾ എന്തറിയാം. അപ്പോൾ ഈ 5 സംഭവങ്ങൾ കുറിക്കുന്ന 5 വാചകങ്ങൾ ഒരാൾ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഈ 5 സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ വരും അല്ലേ, അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ ഉണ്ടാകും. ഇനി നമുക്ക് ഇത് ഒരു വാചകമാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ജഫി പറഞ്ഞ പോലെ ഒരു എഞ്ചിൻ്റെ പിന്നാലെ കമ്പാർട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി ഘടിപ്പിച്ച് വലിയൊരു നീളമുള്ള തീവണ്ടി ഉണ്ടാക്കുന്ന പോലെ ഒരു തീവണ്ടി വാചകം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടി പോലെ നീളമുള്ള ഒരു വാചകം ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? അതൊറ്റ വാചകമാക്കുമ്പോൾ ആ ഒറ്റ വാക്കിന് എന്ത് ഗുണമുണ്ടായിരിക്കണം? ഈ 5 കാര്യങ്ങളും മനസ്സിൽ തെളിയുന്ന തരത്തിലായിരിക്കണം ഈ ഒറ്റ വാചകം അല്ലേ. അങ്ങനെയായിരിക്കണം ഈ നീളമുള്ള ആ തീവണ്ടി വാചകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഗുണം അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആക്കി മാറ്റുക? അപ്പോൾ നമുക്ക് നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി എടുക്കുമ്പോൾ ആദ്യം ഒരു എൻജിൻ പോലെ ഒരു വാചകം ഉണ്ടായിരിക്കും അല്ലേ. എൻജിൻ്റെ പുറകിലാണ് ഒരു കമ്പാർട്ട്മെന്റ് എടുക്കുക. എൻജിൻ എന്ന് പറഞ്ഞാൽ മെയിൻ വാചകം. അത് നമുക്ക് നോക്കാം. ഇതിൽ ഏത് വാചകമാണ് എടുക്കാൻ പറ്റുന്നത്? ഏറ്റവും അവസാന വാചകമാണ് അങ്ങനെ എടുക്കുന്നത് നല്ലത്. മലയാളത്തിൽ ഏറ്റവും അവസാന വാചകമാണ് മെയിൻ വാചകമായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി ഘടിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ വാചകത്തെ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും, എനിക്കറിയാം. കുട്ടി പട്ടം പറത്തി. കുട്ടി എന്ന് പറയുമ്പോൾ ചൈൽഡ് ഫ്ലൂ കൈറ്റ്. കുട്ടിയെ പട്ടി കടിച്ചു, അത് നിങ്ങൾക്കറിയാം. ഡോഗ് ബിറ്റ് ബോയ്. പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞു. ഹിസ് ഫ്രണ്ട് ത്രൂ സ്റ്റോൺ അറ്റ് ഹിം. ഡോഗ് കൂട്ടുകാരൻ ഉടമസ്ഥൻ തല്ലി. ഓണർ ബീറ്റ് ഹിസ് ഫ്രണ്ട്. ഉടമസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റഡ് ആരെ, ദി ഓണർ. അത് നിങ്ങൾക്ക് അങ്ങനെ 5 വാചകം നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിളാണ്, സിമ്പിൾ വാചകങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബേസിക് സെൻറ്റൻസാണ്, അറിയാവുന്നതാണ്, എഴുതാൻ അറിയാവുന്നതാണ്. അങ്ങനെ ഈ അങ്ങനെ 5 വാചകം നിങ്ങൾക്ക് അറിയാം. അത്
ഈ 5 വാചകങ്ങളും ഇംഗ്ലീഷ് വാചകം കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മലയാളത്തിൽ എങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ പിന്നെ അത് ഇംഗ്ലീഷിലാക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് 5, 6, 7 വാചകങ്ങളൊക്കെ ചേർന്നുണ്ടാകുന്ന ഒരു പാരഗ്രാഫിൻ്റെ നീളമുള്ള വാചകങ്ങൾ വായിച്ചർത്ഥമെടുക്കുന്നതിനും എളുപ്പം സാധ്യമാകും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാ നോക്കാം. ആദ്യം നമ്മൾ ആദ്യത്തെ 3 വാചകങ്ങളും ഈ സിമ്പിൾ സെൻറ്റൻസ് തന്നെ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അവസാനത്തെ 4, 5 കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മലയാളത്തിൽ അതൊന്നും മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ടാവും. നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ എഞ്ചിനായിട്ട് ലാസ്റ്റ് വാചകം എടുക്കുക. എന്താ? ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് പോലീസ് അറസ്റ്റഡ് ദി ഓണർ. അത് ഇംഗ്ലീഷ്. ഈ കൂട്ടുകാരുടെ ഉടമസ്ഥൻ തല്ലി. ആ വാചകം 4 അല്ലേ? അപ്പോൾ ഒന്നിന് പുറകെ ഒന്ന് കൊടുക്കാക്കുമ്പോൾ ഈ വാചകവുമായി നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലി. ഉടമസ്ഥൻ ഇതിലെ സബ്ജക്റ്റാണ്. രണ്ടാമത്തെ വാചകത്തിൽ അത് ഓബ്ജക്റ്റായിട്ട് വരുന്ന ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ ഒബ്ജക്റ്റാണ് എന്ത്, അഥവാ കർമ്മമാണ് ഉടമസ്ഥൻ എന്നറിയാം. ഈ 2 വാചകത്തിലും ഉടമസ്ഥൻ വരുന്നുണ്ട്. ഇനി 4ാമത്തെ വാചകം ഒരു സംഭവമാണ് അല്ലെ? ആ സംഭവത്തെ കുറിക്കുന്ന വാചകമാണ്. അത് ഉടമസ്ഥൻ ചെയ്തൊരു പ്രവൃത്തിയാണത് അല്ലേ? ഉടമസ്ഥൻ, അതായത് 5ാമത്തെ വാചകത്തിലെ കർമ്മമായ ഉടമസ്ഥൻ ചെയ്ത പടിയാണ് എന്ത് 4ാമത്തെ വാചകം. ആ ഉടമസ്ഥൻ്റെ പ്രത്യേകത എന്താ? ഈ 5ാമത്തെ വാചകത്തിലെ ഉടമസ്ഥൻ്റെ പ്രത്യേകത എന്താ? അവൻ ചെയ്ത പ്രവൃത്തി തന്നെ അവൻ്റെ പ്രത്യേകതയായിട്ട് എഴുതാം. ഈ സംഭവം തന്നെ അവൻ്റെ പ്രത്യേകത ഏതാ? കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥൻ അല്ലേ? ഉടമസ്ഥന് പ്രത്യേകത കൂട്ടുകാരനെ തല്ലി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ എന്തായി? ഈ വാചകത്തിൻ്റെ എന്തായി? വിശേഷണമായി അല്ലേ? അപ്പോൾ നല്ല കുട്ടി, സത്യസന്ധനായ കുട്ടി എന്ന് പറയുന്ന പോലെ കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിശേഷണമായി, ഉടമസ്ഥൻ്റെ വിശേഷണമായി കൂട്ടുകാരൻ്റെ. അപ്പോൾ ഉടമസ്ഥൻ്റെ വിശേഷണമാക്കുമ്പോൾ എന്തിനെ? ഉടമസ്ഥൻ എന്ന ഈ പദത്തെ വിശേഷണമായിട്ട് ഈ വാചകം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഉടമസ്ഥൻ എന്നുള്ള വാക്ക് മാറ്റി കളയും അല്ലേ? എന്നിട്ട് ബാക്കി ഭാഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ആയ എന്ന് ചേർക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരനെ തല്ലിയതായ, എന്നിട്ട് ഉടമസ്ഥൻ്റെ വിശേഷണം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉടമസ്ഥൻ്റെ മുമ്പിൽ വയ്ക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പഠിച്ചതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക, ഒന്നുകൂടി കണ്ട് അത് ഉറപ്പിക്കുക. അത് നമുക്കറിയാം. കൂട്ടുകാരൻ തല്ലിയതായ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരനെ തല്ലിയതായ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എന്ന് പറയും. 2 കൂടി യോജിച്ച് പറയുമ്പോൾ എന്തായി? കൂട്ടുകാരനെ തല്ലിയതായ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 2 സംഭവങ്ങൾ അതിലുണ്ട്. കൂട്ടുകാരൻ തല്ലി, ആ ഉടമസ്ഥനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്തത്? ഈ വാചകത്തെ, 4ാമത്തെ വാചകത്തെ 5ാമത്തെ വാചകത്തിലെ ഒരു പദമായ ഉടമസ്ഥനെ എന്നുള്ളതിൻ്റെ വിശേഷണമായി ഉപയോഗിച്ചു. ഉടമസ്ഥനെ എന്നതിൻ്റെ വിശേഷണമായി ഉപയോഗിക്കുമ്പോൾ ഉടമസ്ഥൻ എന്ന വാക്ക് മാറ്റിയതിന് ശേഷം കൂട്ടുകാരനെ തല്ലി എന്ന ഭാഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ആയ. കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ കൂട്ടുകാരനെ തല്ലിയതായ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണ് കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 5 ചേർന്നു കൂട്ടുകാരനെ തല്ലിയ എന്നുള്ളത് ഉടമസ്ഥൻ എന്ന വാചകത്തിൻ്റെ
വിശേഷണമായി അതിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ തല്ലിയ എന്നുള്ളത് എന്ത് വാചകമാണ്? അജക്റ്റീവ് ക്ലോസാണ്. ഈ അജക്റ്റീവ് ക്ലോസായി ഉടമസ്ഥൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ രണ്ടും ചോദിച്ചു. അപ്പോൾ രണ്ട് സംഭവങ്ങൾ അതിൽ വന്നു. ഇനി കൂട്ടുകാരന് ഒരു വിശേഷണം എന്താണ്? പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞു എന്ന വാചകം കൂട്ടുകാരൻ്റെ വിശേഷണമായി ഉപയോഗിക്കാം. കൂട്ടുകാരൻ്റെ പ്രത്യേകത എന്താ? വിശേഷണം എന്ന് പറഞ്ഞ പ്രത്യേകതയാണ്. ഈ സംഭവം കൂട്ടുകാരൻ ചെയ്ത പ്രവൃത്തി, ആ സംഭവം, അത് പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞു എന്നുള്ള ആ സംഭവത്തെ കൂട്ടുകാരൻ്റെ തന്നെ വിശേഷണമായി ഉപയോഗിക്കാമെങ്കിൽ എങ്ങനെയായിരിക്കും വയ്ക്കുക? അപ്പോൾ കൂട്ടുകാരനെ, അതുകൂടി എൻ്റെ കൂട്ടുകാരൻ അല്ലേ? അപ്പോൾ ഈ വാചകത്തിലെ കൂട്ടുകാരൻ എന്ന പദത്തിൻ്റെ വിശേഷണമായിട്ട് ആ നീലവാചകത്തെ മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കൂട്ടുകാരൻ എന്നുള്ളത് മാറ്റുക അല്ലേ? പട്ടിയെ കല്ലെറിഞ്ഞു എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ആ അല്ലെങ്കിൽ ആയ ചേർക്കുക. അപ്പം എന്താ? ഒന്നുകിൽ പട്ടിയെ കല്ലെറിഞ്ഞതായ എന്ന് പറയാൻ കല്ലെറിഞ്ഞ എന്നും പറയാം. അപ്പോൾ പട്ടിയെ കല്ലെറിഞ്ഞ അല്ലെങ്കിൽ പട്ടിയെ കല്ലെറിഞ്ഞതായ കൂട്ടുകാരനെ എന്ന് പറയുമ്പോൾ എന്തായി? കൂട്ടുകാരൻ ഇത് ഒരു വിശേഷണമാക്കി ഇതിൻ്റെ കൂടെ ചേർത്തു. ഇനി എല്ലാം കൂട്ടി പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ വിശേഷണം എവിടെ വയ്ക്കണം? കൂട്ടുകാരൻ്റെ മുമ്പിലാണ് മലയാളത്തിൽ വയ്ക്കുക. അതിന് വിശേഷണം എന്താ? പട്ടിയെ കല്ലെറിഞ്ഞ അല്ല കല്ലെറിഞ്ഞതായ എന്നുള്ളതാണ് അതിൻ്റെ ആ കൂട്ടുകാരൻ്റെ വിശേഷണം. അപ്പോൾ ആ വിശേഷണം കൂട്ടുകാരൻ്റെ മുമ്പിൽ വയ്ക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ പട്ടിയെ കല്ലെറിഞ്ഞതായ കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നും കൂടി പറയുമ്പോൾ എന്താ? കൂട്ടുകാരൻ പട്ടിയെ കല്ലെറിഞ്ഞതായ അല്ലെങ്കിൽ പട്ടിയെ കല്ലെറിഞ്ഞ കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് മൂന്നും കൂട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? അപ്പോൾ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്ത എന്ന വാചകത്തിൻ്റെ വിശേഷണമായിട്ട് ഈ ചുവന്ന അക്ഷരത്തിലെഴുതി കൂട്ടുകാരെ തല്ലിയിൽ അജക്റ്റീവ് ക്ലോസ് വരികയും അതിലെ തന്നെ ആ കൂട്ടുകാരനെ എന്നൊരു വിശേഷണമായി പട്ടിയെ കല്ലെറിഞ്ഞ എന്ന വാചകവും വരുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇത് കൂട്ടി പറയുമ്പോൾ പട്ടിയെ കല്ലെറിഞ്ഞു എന്നും ആ കൂട്ടുകാരൻ്റെ ഉടമസ്ഥൻ തല്ലിയെന്നും ആ തല്ലിയോടന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൽ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ വാചകമായിട്ട് നിൽക്കുന്നത്, അത് എൻജിൻ വായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ കമ്പാർട്ട്മെന്റ് പോലെ പിന്നാലെ പിടിച്ചു വരികയാണ് അല്ലേ? അങ്ങനെ ഒരു തീവണ്ടി വാചകം ഇവിടെ രൂപം കൊള്ളുകയാണ്. ഇനി കുട്ടിയെ പട്ടം പറത്തി, ഇനി കുട്ടിക്കൊരു വിശേഷണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അല്ല ഈ പട്ടിക്കൊരു വിശേഷണം ഉണ്ട്. എന്താ? പട്ടി ചെയ്ത പ്രവൃത്തി ഉണ്ട്, അത് ആ പ്രവൃത്തി കൊണ്ട് തന്നെ ആ സംഭവം കൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണമാക്കി മാറ്റാം. കുട്ടിയെ പട്ടി കടിച്ചു, പട്ടിക്ക് കുട്ടീനെ കടിച്ച പട്ടീനെ അല്ലേ? അപ്പോൾ പട്ടിക്കൊരു വിഷയമുണ്ട്. ആ കുട്ടിയെ പട്ടി കടിച്ചു എന്നല്ല, ആ പട്ടിക്കൊരു വിശേഷണം ഉണ്ട്. എന്താണ്? കുട്ടിയെ കടിച്ച പട്ടീന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പട്ടീൻ്റെ വിശേഷണമൊക്കെ ആ പട്ടീകൾ മാറ്റുക, ബാക്കിയുള്ള ഭാഗം എടുക്കുക. അപ്പോൾ കുട്ടിയെ കടിച്ചു, അതിൻ്റെ കൂടെ ആ അല്ലെങ്കിൽ ആയ ചേർക്കുക. അപ്പോൾ കുട്ടിയെ കടിച്ച അല്ലെങ്കിൽ കടിച്ചതായ എന്നായി അത് പട്ടിയുടെ വിശേഷണമാക്കാമല്ലോ, പട്ടിയുടെ മുമ്പിൽ വെച്ചാൽ പോരെ. അപ്പോൾ നോക്കുക, കുട്ടിയെ കടിച്ച പട്ടിയെ കല്ലെറിഞ്ഞ കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായി? ഇത് മൂന്ന് സംഭവങ്ങളും അതിൻ്റെ പ്രധാന വാക്യം, എഞ്ചിൻ വാക്യം പ്രധാന വാക്യമായി. അപ്പോൾ 3 വാചകം വിശേഷണം, ഒരെണ്ണം മെയിൻ വാചകം. അതിന് മുമ്പ് ആ കുട്ടിക്ക് ഒരു വിശേഷണമുണ്ട്. ആ കുട്ടി ചെയ്ത പ്രവൃത്തി തന്നെ അതിൻ്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കാം. എന്താണ്? കുട്ടി പട്ടം പറത്തി അല്ലേ? ആ കുട്ടിയാണ് ചെയ്ത് പട്ടം പറത്തി. അപ്പോൾ കുട്ടി എന്നുള്ള ഭാഗം വിട്ട് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ കൂടെ ആ അല്ലെങ്കിൽ ആയ ചേർത്താൽ എന്തായി? പട്ടം പറത്തിയ എന്നായി. അത് കുട്ടിയെ വിശേഷിപ്പിക്കുമ്പോൾ കുട്ടിക്ക് മുമ്പിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് എങ്ങനെ എഴുതാം നമുക്ക്? പട്ടം പറത്തിയ കുട്ടിയെ കടിച്ച പട്ടിയെ കല്ലെറിഞ്ഞ കൂട്ടുകാരനെ തല്ലിയ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാതായി. അപ്പോൾ നമുക്ക് ആ വാചകം കേട്ട് കഴിഞ്ഞാൽ കുട്ടി പട്ടം പറത്തിയെന്നും അതിനെ പട്ടി കടിച്ചതും പട്ടി കടിച്ച പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞതും കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലിയെന്നും തല്ലിയവ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന കാര്യം നമുക്ക് ബോധ്യമായി ഇല്ലേ? അതാണ് ചെയ്തത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്?
ഏതൊരു കാര്യം നമുക്ക് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താ ശ്രദ്ധിക്കേണ്ടത്. അതിലെ പ്രധാന വാചകത്തിലെ പദവായ ഉടമസ്ഥനെ മറ്റൊരു കൂട്ടുകാരൻ തല്ലിയ എന്നതുകൊണ്ടും ആ കൂട്ടുകാരനെ തല്ലിയ എന്ന ആ വാചകത്തിലെ കൂട്ടുകാരൻ എന്ന പദത്തിനെ വിശേഷിപ്പിക്കുന്ന പദമായ പട്ടിയെ കല്ലെറിഞ്ഞ എന്നുള്ളത് അതിൻ്റെ മുമ്പിലും അതിലെ പട്ടിയെ എന്നുള്ള വാക്കിന് വിശേഷണമായ കുട്ടിയെ കടിച്ച എന്നുള്ളത് അതിൻ്റെ മുമ്പിലും അതിലെ ഈ കുട്ടിയെ എന്നതിൻ്റെ വിശേഷണം അതിൻ്റെ മുമ്പിലും അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് വരുന്നത്. മുമ്പിലാണ് വിശേഷണങ്ങൾ വരുന്നത് അല്ലേ. ഇതിൻ്റെ മുമ്പിൽ ഇത് വന്നു, ഇതിൻ്റെ മുമ്പിൽ അത് വന്നു, അങ്ങനെ ഓരോന്നും മുമ്പിലായിട്ടാണ് ഓരോ വാചകം വരുന്നത്. അത് നമ്മുടെ ഈ 5 വാചകത്തിൻ്റെ അതേ ക്രമമാണ് അല്ലേ. ഇതിൽ 1 മുതൽ 4 വരെയുള്ള വാചകങ്ങൾ ഈ വാചകത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് വരുന്നത്. അതിലെ ഇതൊക്കെ ഈ 4 വിശേഷണ വാചകങ്ങളും പ്രധാന വാചക ഉടമസ്ഥൻ കുട്ടിയെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിലെ മെയിൻ വാചകം. നമുക്കറിയാം, മെയിൻ ക്ലോസ് അതാണെന്ന് അറിയാം. ബാക്കിയൊക്കെ വിശേഷണ വാചകങ്ങളാണ്, അഡ്ജക്റ്റീവ് ക്ലോസുകളാണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് നോക്കുക, ഇത് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം. മലയാളത്തിൽ അപ്പോൾ എവിടെ വന്നുള്ളത് നമ്മുടെ ഈ സംഭവങ്ങൾ അതേ ക്രമം അനുസരിച്ചാണ് വന്നത്. പ്രധാന വാചകം അവസാനമാണ് വന്നത് എന്ന് മനസ്സിലായി. പ്രധാന വാചകത്തിലെ ഓരോ വാക്കിൻ്റെ വിശേഷണം അതിന് മുമ്പിലും, അങ്ങനെ ഇതിനൊരു വിശേഷണമുണ്ടെങ്കിൽ വിശേഷണവാചകത്തിൽ ഒരു പദത്തിന് വിശേഷണമുണ്ടെങ്കിൽ അതിന് മുമ്പിലും, അങ്ങനെ ഒന്നിനു മുൻപിൽ ഒന്നായി വെച്ചുകൊണ്ടാണ് യോജിപ്പിക്കുക എന്ന് കണ്ടു. ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? അല്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ വാചകം. അതാണ് ആദ്യം എഴുതുക. അപ്പോൾ അത് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് പോലീസ് അറസ്റ്റഡ് ദി ഓണർ. ഇനി അതിന് വിശേഷം വരികയില്ലേ. അപ്പോൾ പോലീസ് ആദ്യം വന്നു, വെർബായിട്ടുള്ള അറസ്റ്റഡ് രണ്ടാമത് വന്നു, ഉടമസ്ഥനെ എന്നുള്ള ഓബ്ജക്റ്റ് ലാസ്റ്റ് വന്ന പദം ഏതാ? ഓണർ. ഇനി ഓണർക്കൊരു വാചകമായി വിശേഷണമുണ്ടെങ്കിൽ എവിടെ വെക്കുക? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ഡൗണിൻ്റെ വിശേഷം ഒരു വാചകമാണെങ്കിൽ ഡൗണിന് ശേഷം, ഡൗണിൻ്റെ പിന്നിൽ, നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്ക് വിശേഷണമായിട്ട് വരുന്നത് പെൺകുട്ടിക്ക് പിന്നിലാ വയ്ക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ ഉടമസ്ഥനെ, അതായത് ഉടമസ്ഥൻ എന്ന പദം ഇംഗ്ലീഷിലാക്കുമ്പോൾ ഏറ്റവും ഒടുവിലെ വരിക. ആ പോലീസ് അറസ്റ്റഡ് ദി ഓണർ ഉടമസ്ഥൻ അല്ലേ. ആ ഉടമസ്ഥൻ എന്ന വാചകം ലാസ്റ്റ് വന്നത്. അപ്പം അതിൻ്റെ വിശേഷണമായ വാചകം അതിൻ്റെ ബാക്കിൽ. കൂട്ടുകാരനെ തല്ലിയ, ആ കൂട്ടുകാരനെ തല്ലിയതിന് ഇത് കൂട്ടുകാരൻ ഉടമസ്ഥൻ തല്ലിയതിൻ്റെ വാചകം വരിക ദി ഓണർ ബീറ്റ് ദ ഫ്രണ്ടിനെ ഉടമസ്ഥൻ ഓണർ തല്ലി അല്ലേ. ഓണർ ബീറ്റ് ദ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അതിൽ ഏതൊക്കെ ഉടമസ്ഥൻ എന്ന വാക്ക് കളയുമ്പോൾ ബാക്കി ശേഷിക്കുന്നത് എന്താണെങ്കിലും ബാക്കി ശേഷിക്കുന്നത് ബീറ്റ് ദി ഓർഡർ, ബീറ്റ് ദ ഫ്രണ്ട് എന്ന് ബാക്കിയുള്ള. അപ്പോൾ അതിൻ്റെ വയ്ക്കുക. അതിൻ്റെ കൂടെ എന്ത് ചേർക്കുക? ദാറ്റ് വയ്ക്കുക അല്ലേ. അപ്പോൾ ദാറ്റ് വയ്ക്കുമ്പോൾ അതല്ലെങ്കിൽ വേറെ വാക്കും വയ്ക്കാം. അതേതാ നിങ്ങൾ പറയണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തുവരും ക്ലാരിറ്റി കുറയും. അതുകൊണ്ട് ഞാൻ എഴുതാം. അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ. അപ്പോൾ നോക്കുക, പോലീസ് അറസ്റ്റഡ് ദ ഓർഡർ. ഇതാണ് മെയിനായിട്ട് 5ാമത്തെ വാചകം. 4ാമത്തെ വാചകം ദ കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലി. സബ്ജക്റ്റ് ഉടമസ്ഥൻ, തല്ലി എന്നുള്ളത് വെർബ്, ഉടമസ്ഥൻ എന്നുള്ളത് സബ്ജക്റ്റ്, തല്ലി എന്നുള്ളത് വെർബ്, കൂട്ടുകാരനെ എന്നുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ അത് ദ ഓണർ ബീറ്റ് ദ ഫ്രണ്ട് അല്ലേ. ദ ഓണർ ബീറ്റ് ദ ഫ്രണ്ട്, അതാണ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വാചകത്തെ നമ്മൾ മാറ്റുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഉടമസ്ഥനെ നീക്കി അല്ലേ.
എന്നിട്ട് ആയ എന്നുള്ളത് ചേർത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇത് മാറ്റണം അല്ലേ? ഇത് ആക്കുമ്പോൾ ഇത് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ അല്ലെങ്കിൽ ആയ എന്നുള്ള ഇംഗ്ലീഷ് വയ്ക്കുക ദാറ്റ് അല്ലേ? അപ്പൊ എന്തായി? കൂട്ടുകാരനെ തല്ലിയതായ എന്തായി അല്ലേ? അപ്പൊ കൂട്ടുകാരനെ തല്ലിയ അല്ല തല്ലിയതായ ഏതായാലും ഒന്ന് തന്നെയാണ്. അപ്പോ ഓണറിന്റെ മുമ്പിൽ, അതായത് ഉടമസ്ഥന്റെ മുമ്പിലാണ് വെച്ചത്. ഉടമസ്ഥൻ ഇംഗ്ലീഷ് എന്താ? ഓണറാണ്. അപ്പൊ ഇനി കൂട്ടുകാരനെ തല്ലിയതായ എന്നുള്ളത് ദാറ്റ് ബീറ്റ് ദ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദാറ്റ് ബീറ്റ് ദ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഉടമസ്ഥനെ തല്ലിയതായ വിശേഷണമാണ് അല്ലെ? വിശേഷണ വാചകമാണ്. അത് എവിടെ വെക്കണം? ഏതിന്റെ വിശേഷണമാണ്? ഓണറുടെ അല്ലേ? കൂട്ടുകാരനെ തല്ലിയതായ ഓണറെ. അപ്പോൾ ഈ ഓണറിനുള്ളതിന്റെ വിശേഷണമാണിത്. അത് എവിടെ വെക്കേണ്ട? അപ്പോൾ ഓണർ, ഇംഗ്ലീഷിൽ ഓണറിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ നാലാമത്തെ വാചകം എങ്ങനെ അതിൻ്റെ കൂടെ ചേരും? എങ്ങനെ? ഓണർ കഴിഞ്ഞിട്ട് ചേരും. എങ്ങനെ? ദാറ്റ് ബീറ്റ് ദി ഓണർ. friend that beat the ഓണർ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഓണർ ദാറ്റ് ബീറ്റ് ദ ഫ്രണ്ട്. അപ്പോ ദാറ്റ് ബീറ്റ് ദ ഫ്രണ്ട് തല്ലിയതായ അല്ലെങ്കിൽ തല്ലിയതായ ഓണറെ. ഓണറിന്റെ വിശേഷണം അങ്ങനെ വന്നു. അപ്പൊ ഇതിന്റെ മൊത്തം അർത്ഥം എന്താ? കൂട്ടുകാരെ ഇവിടെ നിന്ന് തുടങ്ങും, ബാക്കിലത്തെ അർത്ഥം തുടങ്ങണം. കൂട്ടുകാരനെ തല്ലിയതായ ഓണറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ ഇവിടെ നിന്ന് അല്ല തുടങ്ങാം, ഏറ്റവും ബാക്കിൽ നിന്ന് അർത്ഥം എടുക്കണം അല്ലേ? ഏത് വെച്ച് അർത്ഥം എടുക്കണം? കൂട്ടുകാരനെ തല്ലിയതായ എന്ന ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുള്ള വിശേഷണവാചകത്തിന്റെ അർത്ഥം ആദ്യം എടുത്ത് അല്ലേ? എന്നിട്ട് ഏതിനെ വിശേഷിപ്പിക്കണ ആ വാക്ക് പറയുക. എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ആദ്യം പറയാം മലയാളത്തിൽ. അപ്പോൾ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ എങ്ങനെ പറയണം? ഇതിന്റെ വിശേഷണമായി അതിന്റെ അർത്ഥം ആദ്യം പറയണം. ദാറ്റ് ബീറ്റ് ദ ഫ്രണ്ട്, കൂട്ടുകാരനെ തല്ലിയതായ ഓണറെ. പിന്നെ നമ്മൾ സബ്ജക്റ്റ് പറയും അല്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തു, അറസ്റ്റ്. അങ്ങനെ അർത്ഥം എടുക്കണം. ഇനി നോക്കുക, നമ്മൾ പിന്നെ കണ്ടു കൂട്ടുകാരന് വിശേഷണം ഉണ്ടെങ്കിൽ ആ വിശേഷണമായിട്ടൊരു വാചകം ഉണ്ടെങ്കിൽ അത് കൂട്ടുകാരൻ്റെ മുമ്പിലാണ് വെക്കുക. പക്ഷെ ഈ കൂട്ടുകാരനെ എന്നുള്ളത് ഇംഗ്ലീഷ് എഴുതി വെക്കാൻ പറ്റുള്ളൂ, കൂട്ടുകാരന് ശേഷമാണ് വെക്കാൻ പറ്റുക. അപ്പൊ കൂട്ടുകാരനെ ഉടമസ്ഥൻ തല്ലി അല്ലേ? ഉടമസ്ഥൻ തല്ലി, അത് കഴിഞ്ഞു. ഇനി ആ കൂട്ടുകാരന്റെ പ്രത്യേകത എന്താ? കൂട്ടുകാരന്റെ പ്രത്യേകത എന്താ? കൂട്ടുകാരൻ എന്ന് വെച്ചാൽ പട്ടിയെ കല്ലെറിഞ്ഞു അല്ലേ? അപ്പോൾ ആ കൂട്ടുകാരന്റെ വിശേഷത ഉള്ള വാചകം ഏതാ? പട്ടിയെ കല്ലെറിഞ്ഞ കൂട്ടുകാരനാണ് അല്ലേ? അപ്പോൾ ആ കൂട്ടുകാരൻ എന്നതിന്റെ വിശേഷണം എവിടെ വെക്കുക? കൂട്ടുകാരന് ശേഷം അല്ലേ? അവിടെയാണ് വിശേഷണവാചകം വെക്കുക. ആ വിശേഷണവാചകം നമുക്ക് എഴുതി നോക്കാം. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പട്ടിയെ കൂട്ടുകാരൻ കല്ലെറിഞ്ഞു എന്ന വാചകം ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ആദ്യം എഴുതാം, പിന്നെ വിശദീകരണം തരാം. ഇപ്പൊ നോക്കുക, കൂട്ടുകാരനെ കല്ലെറിഞ്ഞത് കൂട്ടുകാരൻ ദായെ കല്ലെറിഞ്ഞു എന്ന വാചകത്തിന് ഇംഗ്ലീഷ് ഞാൻ എഴുതി. എന്താണത്? കൂട്ടുകാരൻ ദായെ കല്ലെറിഞ്ഞു. സബ്ജക്റ്റ് ഫ്രണ്ട്, കൂട്ടുകാരൻ. എറിഞ്ഞു എന്നാണ് പിന്നെ വയ്ക്കുക. ത്രൂ. എന്തെറിഞ്ഞ? സ്റ്റോൺസ്, കല്ല്. എവിടെ എറിഞ്ഞ? പട്ടിയുടെ നേരെ. സ്റ്റോൺസ് അറ്റ് ദ ഡോഗ്. അത് അങ്ങനെയാണ് ഇംഗ്ലീഷ് വരിക. അറ്റ് ദ ഡോഗ്, പട്ടിക്ക് നേരെ കല്ലെറിഞ്ഞു. അപ്പൊ ഈ വാചകത്തെ കൂട്ടുകാരന്റെ വിശേഷണമാക്കണമെങ്കിൽ അല്ലേ, കൂട്ടുകാരൻ എന്ന പദം അവിടെ ഉണ്ട്. അപ്പൊ കൂട്ടുകാരൻ എന്ന പദത്തിന്റെ വിശേഷണമായി ഈ വാചകത്തെ മാറ്റണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഇതങ്ങട് മാറ്റുക അല്ലേ? കൂട്ടുകാരന്റെ വിശേഷണം കൂട്ടുകാരൻ എന്ന പദം മാറ്റി അവിടെ ദാറ്റ് വയ്ക്കുക. അപ്പൊ എന്തായി? ദാറ്റ് ദ ത്രൂ സ്റ്റോൺസ് അറ്റ് ദ ഡോഗ്. അപ്പൊ എന്തായി? പട്ടിക്ക് നേരെ കല്ലെറിഞ്ഞതായ. എന്തായി? പട്ടിക്ക് നേരെ കല്ലെറിഞ്ഞതായ.
അങ്ങനെ ഒരു വിശേഷണം വരുമ്പോൾ അത് എവിടെ വെക്കുക നമ്മൾ അല്ല കൂട്ടുകാരന് ശേഷം അന്ന് കൂട്ടുകാരൻ്റെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഫ്രണ്ടാണ് അറിയാം ഫ്രണ്ടിന് ശേഷം. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ബാക്കിൽ ദാറ്റ് ത്രൂ സ്റ്റോൺസ് അറ്റ് എ ഡോഗ് എന്ന ശരിയായില്ലേ? അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഫ്രണ്ടിൻ്റെ വിശേഷണമായ ദാറ്റ് ത്രൂ സ്റ്റോൺസ് അറ്റ് എ ഡോഗ് എന്ന ദായയെ അല്ല പട്ടിയെ കല്ലെറിഞ്ഞതായ അത് വിശേഷണം ഇതിൻ്റെ പുറകിൽ വെച്ചു. ഈ ഡോഗിൻ്റെ ഒരു വിശേഷണം എവിടെ വെക്കാൻ നമുക്കറിയാം അല്ലേ? കുട്ടിയെ കടിച്ചതാണെന്നെങ്കിൽ അതിൻ്റെ ബാക്കിലാണ് വെക്കുക. അപ്പോൾ ദാറ്റ് ബിറ്റ് ദ ബോയ്, അത് ഡോഗിൻ്റെ വിശേഷം. ഇനി അതിലെ ബോയുടെ വിശേഷം എവിടെ വെക്കുക? ആ കുട്ടിയുടെ പ്രത്യേകത എന്താ? പട്ടം പറത്തിയ കുട്ടി. അപ്പോൾ പട്ടം പറത്തിയതുള്ള ഇംഗ്ലീഷ് അറിയാം നമുക്ക്. കുട്ടി പട്ടം പറത്തിയതുള്ളത് എന്താണ്? ബോയ് അല്ലെങ്കിൽ ചൈൽഡ് എന്തൊക്കെയാവട്ടെ, ഞാൻ ബോയ് എഴുതിയത് കൊണ്ടല്ല. ബോയ് ഫ്ലൂ എന്ത് കൈറ്റ്. അപ്പോൾ അതിൽ അതിന് പട്ടം പറത്തിയാന്ന് വരിക ദാറ്റ് ഫ്ലൂ കൈറ്റ്, പട്ടം പറത്തിയായ കുട്ടിയുടെ ശേഷം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ എടുക്കുക? ഏറ്റവും ലാസ്റ്റാണ് വിശേഷണം വരുന്നത്. ഏറ്റവും ലാസ്റ്റ് വിശേഷണം ദാറ്റ് ഫ്ലൂ കൈറ്റ്, കുട്ടി പട്ടം പറത്തിയ കുട്ടിയെ കടിച്ചതായ ദായയെ കല്ലെറിഞ്ഞതായ കൂട്ടുകാരനെ അടിച്ച ഉടമസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തായത് ഇതെല്ലാം ആയി. അപ്പോൾ ഈ വാചകത്തിൻ്റെ അതായത് പട്ടം പറത്തിയെ കുട്ടിയെ കടിച്ച പട്ടിയെ കല്ലെറിഞ്ഞ കൂട്ടുകാരൻ്റെ തല്ലി ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നെ ഇംഗ്ലീഷ് ഇങ്ങനെ വരിക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഏറ്റവും ആദ്യം വന്ന മെയിൻ ക്ലോസ് ആദ്യം വന്നു. അതിൻ്റെ അതായത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഏറ്റവും അവസാന വാചകമാണ് ഏറ്റവും ആദ്യം വന്നത്. ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് വന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അർത്ഥം എടുക്കുമ്പോൾ എങ്ങനെ അർത്ഥം എടുക്കണം നിങ്ങൾ കണ്ടു. ബാക്കിൽ നിന്ന് അർത്ഥം പിടിച്ച് വരണം അല്ലേ? നമ്മൾ വിശേഷണത്തിൻ്റെ അർത്ഥം ആദ്യം പറയാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇത് മലയാളത്തിൽ ഏറ്റവും ആദ്യത്തെ വിശേഷണം അവിടെ ലാസ്റ്റാണ് വരുന്നത് അല്ലേ? അപ്പോൾ ലാസ്റ്റ് വിശേഷണ അർത്ഥം പറയുക, അത് കഴിഞ്ഞ് അതിന് മുമ്പിലത്തെ വിശേഷണ വാചകത്തിൻ്റെ അർത്ഥം പറയുക, അതിനുശേഷം അതിന് മുമ്പിലത്തെ പറയുക. അങ്ങനെ പറഞ്ഞ് എല്ലാ വിശേഷണവും വാചകം കഴിയുമ്പോൾ മെയിൻ വാചകമായ ആദ്യ വാചകത്തിൻ്റെ അർത്ഥം പറയുക അല്ലേ? ആ ഒരു കാര്യങ്ങളും കുറച്ച് മനസ്സിലാക്കാമല്ലോ. ഇതിന് എന്താണ് നമ്മുടെ ഇതിൻ്റെ വാചകത്തിന് 1 തൊട്ട് 5 വാചകമാണെങ്കിൽ ഇംഗ്ലീഷിൽ അതേ ഇങ്ങനെ വിശേഷണ വാചകമായിട്ട് യോജിപ്പിക്കുമ്പോൾ എങ്ങനെ ഒരു 5 തൊട്ട് റിവേഴ്സ് ക്രമത്തിലാണ്, വിപരീത ക്രമത്തിലാണ്. 1, 2, 3, 4, 5 എന്ന ക്രമമാണ് മലയാളത്തിലെങ്കിൽ 5, 4, 3, 2, 1 ക്രമമാണ് വന്നത്. അതും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ഗുട്ടൻസ് അഥവാ രഹസ്യം പിടികിട്ടും. ഓക്കെ, ആ പിടികിട്ടൽ നമ്മൾ സ്വയം കണ്ടെത്തലാണ് അതിൻ്റെ രസവും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് സ്വയം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. മാത്രമല്ല ഇതുപോലത്തെ സംഭവ പരമ്പരകൾ ഒറ്റയ്ക്കും എഴുതുക, അതുപോലെ തന്നെ യോജിപ്പിച്ച് ഒറ്റ വാചകമായിട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതുപോലെ സംഭവ പരമ്പരകൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സംഭവ പരമ്പരകൾ കാര്യം? നിങ്ങൾക്കറിയോ? കാര്യകാരണമാണ്. അതിന് കാര്യകാരണങ്ങൾക്ക് കാരണം മനസ്സുമാണ്. അപ്പോൾ ഇവിടെ എല്ലാ സംഭവ പരമ്പരകൾക്ക് കാരണം മനസ്സും കാര്യകാരണങ്ങളുമാണ് എന്നുള്ളതാണ് സത്യം. നമുക്ക് അത് സംശയം തോന്നാം, പക്ഷെ അതാണ് സത്യം. അതിനെ പറ്റി ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ വളരെ ജിജ്ഞാസുവായ ഒരു കച്ചവടക്കാരന് എന്താണ് മനസ്സിൻ്റെ കളികളെന്ന് മനസ്സിലാക്കാൻ ഒരു കൗതുകം തോന്നി. അങ്ങനെ കൗതുകമുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആൾ കച്ചവട സ്ഥാപനത്തിലിരിക്കെ അദ്ദേഹത്തിന് കുറച്ച് വൃത്തിമാരോടൊപ്പം ഈ കച്ചവട സ്ഥാപനത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് സാധനങ്ങൾ മേടിക്കാനായിട്ട് അവിടെ ഒരു ആഢ്യനായ പ്രഭു കുറച്ച് ഭൃത്യന്മാരും കൂടിയിട്ട് വന്നു. ആ സമയത്താണ് അവിടെ ഒരു സന്യാസി
വന്നു ചേരുന്നത്. അപ്പോൾ സന്യാസി പണ്ഡിതനായ സന്യാസിയായിരുന്നു. അത് മനസ്സിലാക്കിയ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? സന്യാസിയോട് ചോദിച്ചു, എന്താണ് ഈ ബരസിൻ്റെ കളികൾ എന്ന് ചോദിച്ചു. ആ ചോദിച്ചു നിൽക്കെയാണ് അവിടുത്തെ സഹായികൾ, കച്ചവടക്കാരുടെ സഹായികൾ കുറച്ച് പേരുണ്ടായിരുന്നു. അതിലൊരു ആള് ഒരു തേനെടുത്ത് പകരുമായിരുന്നു. അപ്പോൾ ഒരു ഒറ്റ ഈ അവിടെ മേശപ്പുറത്ത് നിലത്ത് വീണ വശം ചാടി നമ്മുടെ സന്യാസിയെ തുടച്ചു. എന്താ ഇതിൻ്റെ ജാഗ്രതയോടെ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ കച്ചവടക്കാരന് കൗതുകമായി ചോദിച്ചു, എന്ത് സന്യാസി ഇങ്ങനെ ചാടി വീട് തുടച്ചതെന്ന് ചോദിച്ചു. അത് കവലയിൽ ഒരു അടി നടക്കാതിരിക്കാനാന്ന് പറഞ്ഞു. കവല അടി നടക്കാണ്ടിരിക്കുക എന്തിനും ഈ തേനായി തുടയ്ക്കുന്നതായിട്ട് ബന്ധത്ത് ഈ കച്ചവടക്കാരന് മനസ്സിലായില്ല. അപ്പം അതാണ്. അപ്പം കണ്ടു, എന്താ അങ്ങനെ ചോദിച്ചു. അതാണ് മനസ്സിൻ്റെ കളി. അത് സത്യമാണോ എന്ന് ചോദിച്ചു ആര്? കച്ചവടക്കാരൻ ശരി, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തേനെടുത്ത് ചുമരുമ്പോൾ തേച്ചു. ആ തേനെടുത്ത് ചുമരുമ്പോൾ തേച്ചു. ഇത് ഈ ചുമരുമ്പോൾ തേൻ വന്നപ്പോൾ അവിടെ ഈച്ചകൾ പറന്നു വന്നു തേൻ കുടിക്കാനായി. ഈച്ചകൾ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ചുമരുപറ്റി പല്ലിക്ക് പിടിക്കാനായിട്ട് ഓടി വന്നു. പല്ലിയെ ഓടി വരുമ്പോൾ കച്ചവടക്കാരൻ്റെ പൂച്ച പല്ലിയെ പിടിക്കാനായിട്ട് അതിൻ്റെ മേലെ ചാടി. പല്ലിയെ പൂച്ച ചാടുന്നപ്പോൾ ഈ അവിടെ ആദ്യൻ്റെ അവിടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ആദ്യൻ്റെ പട്ടി അതിനെ ഒറ്റ ചാടി കടി കൊടുത്തു. ഈ പൂച്ചയെ കടിക്കേണ്ടപ്പോൾ കച്ചവടക്കാരൻ്റെ വൃത്തിയിട്ട് സഹിച്ച് ആൾ വണ്ടിയെടുത്ത് പട്ടീനെ ഒരു അടിയടിച്ചു. പട്ടീനടിച്ചത് ആദ്യൻ്റെ വൃത്തിയിൽ സഹിച്ചില്ല. വൃത്തിയെ ആയി സഹായിനെ അടിച്ചു. അപ്പോൾ മറ്റ് സഹായികൾ വന്നിട്ട് വൃത്തിയെ തല്ലി. മറ്റ് വൃത്യന്മാർ ചേർന്ന് തിരിച്ച് സഹായികളെ തല്ലി. അവിടെ ഈ അടി കണ്ട് കവലയിലെ ആൾക്കാർ ഓടി വന്നു. കവലയിലേക്ക് ആൾക്കാർ കുറച്ച് പേര് ഈ ആടിൻ്റെ പക്ഷവും ചേർന്ന്, കുറച്ച് പേര് മറ്റേ പക്ഷവും ചേർന്നു. ഈ രണ്ടുപേരും കൂടിയ കവലയിൽ കൂട്ടത്തല്ലി. ഇതാണ് ബരസിൻ്റെ കളികൾ. അതായത് ഒരു ബരസിൻ്റെ പ്രത്യേകത കൊണ്ട് എന്തുണ്ടായി? തേൻ ആരാകർഷിച്ചു? അതിന് ഈ ഫ്ലൈകളെ വന്നപ്പോൾ അത് ഏതിൻ്റെ പരസ്യം ഇളക്കി? പല്ലിയുടെ പരസ്യം ഇളക്കി. അപ്പോൾ അത് പിടിക്കാൻ വന്നു. അങ്ങനെ ഓരോ പരസ്യങ്ങളുടെയും ഉണ്ടായ ചലനം, ആഗ്രഹങ്ങൾ അവിടെ കൂട്ടത്തല്ലിന് വെടിവെച്ചു. അതാണ് പരസ്യൻ്റെ കൈകൾ എന്ന് പറഞ്ഞു. ഇതന്നെയാണ് കാര്യകാരണങ്ങൾ. ഒരു കാര്യം മറ്റൊരു കാരണത്തിനും, ആ കാരണം മറ്റൊരു കാര്യത്തിനും, അങ്ങനെ കോസ് ആൻഡ് ഇഫക്റ്റുകളുടെ ഒരു ശൃംഖലയാണ് സംഗതി പരമ്പരകൾ. ഈ ഇത് മനസ്സിലായല്ലോ. ഈ ഞാനിവിടെ എഴുതി ഇടാം. നിങ്ങൾ അത് ഓരോ വാചകങ്ങളും ഒറ്റയ്ക്കും എഴുതുക, കൂട്ടിയോജിപ്പിച്ച് ഇതേപോലെ ഒരു തീവണ്ടി വാചകങ്ങൾ എന്ന് പറയുന്ന പോലെ നീളമുള്ള വാചകമായിട്ട് എഴുതി പഠിക്കുക. ഞാൻ എഴുതി ഇടാം. അത് നിങ്ങൾ എഴുതി കൊണ്ടുവരണം. പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ സന്യാസിയുടെ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വളരെ ലളിതമായ വാചകങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വാചകം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ സംഭവങ്ങൾ ഓരോന്നും ഇംഗ്ലീഷിലാക്കാൻ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ നിങ്ങൾ ആദ്യമാക്കുക. അതിന് ശേഷം നിങ്ങൾ ഇവ രണ്ടെണ്ണം വീതം കൂട്ടി യോജിച്ച് നോക്കുക. 3 അല്ല 4 കൂട്ടി യോജിച്ച് നോക്കുക. അങ്ങനെ പലതരത്തിൽ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വാചകങ്ങളുടെ എണ്ണം കുറയ്ക്കാം. വേണമെങ്കിൽ ഒറ്റ വാചകമായിട്ടും ഇത് എഴുതാൻ പറ്റുന്ന തരത്തിലാണ് ഈ വാചകങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിങ്ങനെ എല്ലാ വാചകവും കൂട്ടി യോജിച്ച് നോക്കുക. ഇതിൽ മിക്ക വാചകങ്ങളും ദാറ്റ് വെച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റിയവയാണ്. അപ്പോൾ ഈ 8 വാചകവും ദാറ്റ് വെച്ച് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അല്ല വേറെ പദങ്ങൾ, വേറെ, വിച്ച്, അതുപോലെ ഹൂ തുടങ്ങിയ
ഈ കൺജങ്ഷൻസ് റിലേറ്റീവായിട്ടുള്ള കൺജങ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം. അങ്ങനെയും മാറ്റി എഴുതിയിട്ട് അത് ഭംഗിയാക്കുക. കാരണം ഒക്കെ ദാറ്റ് വെച്ചിട്ട് കുറേ വാചകങ്ങൾ യോജിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ കേൾവിക്കാരുടെ ഒരു സുഖം ഉണ്ടാവില്ല. അതേസമയം ഇടയ്ക്ക് ഈ ദാറ്റ് വിത്ത് മാറി മാറി വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. എവിടെയാണ് ദാറ്റിന് പകരം സെലക്ട് ചെയ്യുമ്പോൾ ഏത് വിച്ച് സെലക്ട് ചെയ്യുന്നോ, വേർ സെലക്ട് ചെയ്യുന്നോ, ഹൂ സെലക്ട് ചെയ്യുന്നോ, അതിന് തന്ത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശേഷിക്കപ്പെടുന്ന വാചകം വിശേഷിക്കപ്പെടുന്ന ആ വാക്ക് നോക്കുക, അത് ഏത് ചോദ്യത്തിന് ഉത്തരമായിട്ട് വരും എന്ന് നോക്കുക. അപ്പോൾ നമുക്കത് ഏതാണെന്ന് കിട്ടും. ഈച്ചകളെ വിശേഷിപ്പിക്കുന്ന ഒരു വാചകം ജനിക്കുക. അപ്പോൾ നമുക്ക് ഈച്ചകൾ ഏതുള്ളത് ആരുതല്ല ചോദിക്കുക, ഏത് അല്ലേ? ആ സമയത്ത് ഉടമയെ എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കുന്ന വാചകമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഉടമ എന്നുള്ള ചോദ്യം ഏത് ചോദ്യവാക്ക് ഉപയോഗിച്ച് ചോദിച്ചാലാണ് ഈ ഉടമ എന്ന ഉത്തരം കിട്ടാൻ നോക്കുക. ഏതെന്നല്ല ചോദിക്കുക ഉടമയാകുമ്പോൾ ആര് അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് മറന്നവർ കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി കണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതേപോലെ കഴിഞ്ഞ ഒരു വേറെ ക്ലാസ്സിൽ നൽകിയ ആ കുട്ടി പട്ടം പറത്തി പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാചകങ്ങളുണ്ടല്ലോ, അതിലും എല്ലാം ദാറ്റ് വെച്ചാണ് ഞാൻ യോജിപ്പിച്ച് കാണിച്ചത്. അതിന് പകരം നമുക്ക് ആ സ്ഥാനത്ത് ഹൂ, അതുപോലെ വിച്ച് മുതലായവ ഒക്കെ വയ്ക്കാം. വേണമെങ്കിൽ അതൊന്നും എഴുതി വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ അഭ്യാസത്തിലെ വാചകങ്ങൾ ഒറ്റ വാചകം എഴുതി മാറ്റുമ്പോൾ ഇങ്ങനൊരു വാചകമാണ് കിട്ടുക എന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. അതിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വിശേഷണ വാചകങ്ങൾ 4 ഉള്ളതെന്ന് അറിയാം നമുക്ക് അല്ലേ? ദാറ്റ് ഫ്ലൂ ദ കൈറ്റ്, അത് ഒന്നാമത്തെ വിശേഷണവാചകം. അപ്പോൾ ദാറ്റ് ബൈറ്റ് ദ ബോയ് രണ്ടാമത്തെ വിശേഷണവാചകം. ദാറ്റ് ത്രൂ ദ സ്റ്റോൺസ് ദ ഡോഗ് മൂന്നാമത്തെ. നാലാമത്തെ ദാറ്റ് ബൈറ്റ് ദി ഫ്രണ്ട്. അങ്ങനെ 4 ഉള്ളതെന്ന് നമുക്കറിയാം. അതൊക്കെ അതിൻ്റെ കളറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഫ്ലൂ ദ കൈറ്റ് എന്ന വിശേഷണവാചകം വിശേഷിക്കുന്നത് ബോയ് എന്ന ആൺകുട്ടി എന്ന തുല്യ ബോയ് ആണ്. അപ്പോൾ ബോയ് എന്നുള്ളത് ഉത്തരം വരണമെങ്കിൽ ഏത് ചോദ്യവാക്ക് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കണം. ആര് എന്ന അർത്ഥത്തിലുള്ള ഹൂ എന്ന ചോദ്യം വാക്ക് ഉപയോഗിച്ച് ചോദിച്ചാലാണ് ബോയ് എന്ന ഉത്തരം കിട്ടുക. അതുകൊണ്ട് വെക്കേണ്ടത് ഹൂ ആണ്. അതേ സമയത്ത് രണ്ടാമത്തെ വിശേഷണവാചകം വിശേഷിക്കപ്പെടുന്നത് ഇതിനെ ഡോഗിനെയാണ്. അതുകൊണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ജന്തുവാണ്. അതിനെ നമ്മൾ ആര് എന്ന ചോദ്യം വെച്ചിട്ടുള്ള ചോദ്യമല്ല ചോദിക്കുക, ഏത് അല്ലേ? അപ്പോൾ ഏത് എന്നുള്ള ചോദ്യം, അതായത് വിച്ച് എന്ന ചോദ്യവാക്ക് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യത്തിലാണ് ഡോഗ് എന്ന് ഉത്തരം വരിക. അതുകൊണ്ട് അവിടെ സെലക്ട് ചെയ്യേണ്ട ഹൂ അല്ല, ദാറ്റിന് പകരം എന്താണ്? വിച്ചാണ്. അങ്ങനെയാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാം ദാറ്റ് വെച്ചുന്ന രസം ഉണ്ടാവില്ല. ഒത്തിരി ഭംഗിയാകുമ്പോൾ നമ്മൾ മറ്റേതൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അതിന് ഭംഗി വരും. ഇനി നമുക്ക് നൗൺ ക്ലോസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ നൗൺ ക്ലോസിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ടോൾഡ് സ്റ്റോറി എന്നുള്ളത് വാചകം നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു അല്ലേ? ടീച്ചർ സബ്ജക്റ്റ്, ടോൾഡ് വെർബ്, സ്റ്റോറി എന്നുള്ളത് ഓബ്ജക്റ്റാണെന്നറിയാം. സ്റ്റോറി എന്നുള്ളത് നൗണായിട്ടുള്ളൊരു പദമാണെന്നറിയാം. അപ്പോൾ നൗണായിട്ടുള്ള സ്റ്റോറി എന്ന പദമാണ് ഓബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാവും. സ്റ്റോറി എന്നുള്ളത് നൗണാണ്, അത് ഓബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് നൗൺ എന്ന് വെച്ചാൽ ഓബ്ജക്റ്റായിട്ട് നൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഓബ്ജക്റ്റായിട്ട് നൗണാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ബോധ്യമായി.
അടുത്ത് വായിച്ചു നോക്കുക. ടീച്ചർ ടോൾഡ് ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫിയർ. ഈ വാചകത്തിൽ സബ്ജക്റ്റ് ഇത് മനസ്സിലായി, ടോൾഡ് വെർബാണെന്ന് മനസ്സിലായി. ഈ സ്റ്റോറിയുടെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്? ചതുരൻ ബ്രാക്കറ്റിൽ, ചുവന്ന ചതുരൻ ബ്രാക്കറ്റിട്ടുള്ളത് മുഴുവനാണ് ആ ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതെന്താണത്? ദാറ്റ് എർത്ത് ഈസ് എ സ്ഫിയർ. ദ എർത്ത് ഈസ് എ സ്ഫിയർ എന്നുള്ളതിൻ്റെ അർത്ഥം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതാണ്. അത് ഇവിടെ തൊട്ട് ഇവിടെ വരേണ്ട അർത്ഥം. അതിന് മുമ്പിൽ ദാറ്റ് വെച്ചപ്പോൾ എന്തായി? എന്നായി. അതിൻ്റെ കൂടെ എന്നും കൂടി കൂട്ടിച്ചേർക്കണം. ഭൂമി ഉരുണ്ടതാണ് എന്ന് ടീച്ചർ പറഞ്ഞു. എന്താ ടീച്ചർ പറഞ്ഞത്? ഭൂമി ഉരുണ്ടതാണെന്ന്. അപ്പൊ എന്താണ് അതിൽ ഓബ്ജക്റ്റ്? ഭൂമി ഉരുണ്ടതാണ് എന്ന്. അപ്പൊ അതെന്താണ്? അതൊരു വാചകമാണ്. ആ വാചകത്തെ നൗണ് മാറ്റിയിരിക്കുകയാണ്. എന്താ ചേർത്തിട്ടുള്ളത്? അതിന് ദാറ്റ്. അപ്പൊ ഭൂമി ഉരുണ്ടതാണ് എന്ന് ദാറ്റ് ചേർത്ത് വെച്ചിട്ടുള്ളൊരു വാചകമാണ് ഇവിടെ നൗണിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു വാചകം തന്നെ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വാചകത്തെ നമ്മൾ നൗൺ ക്ലോസ് എന്ന് പറയുന്ന മനസ്സിലായി. അത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നൗൺ ക്ലോസ്, നാമവാചകം ഒരു ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം, ഒരു നൗൺ എന്ന പോലെ. ഇനി നോക്കുക, ദ സ്റ്റോറി ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അർത്ഥം കഥ ശരിയുള്ളതാണ്, സത്യമായിട്ടുള്ളതാണ് എന്തൊക്കെ അർത്ഥം. അപ്പോൾ അതിൽ സ്റ്റോറി നൗണെന്നറിയാം. അതെവിടെ വന്നിട്ടുള്ളത്? സബ്ജക്റ്റിന് സ്ഥാനത്ത് വന്നിട്ടില്ലെന്ന് അറിയാം. അപ്പോൾ സ്റ്റോറി എന്നൊരു സബ്ജക്റ്റ് നൗൺ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം എന്നറിയാം. ഇനി അടുത്ത് പറഞ്ഞു നോക്കുക. ദാറ്റ് ദ എർത്ത് ഈസ് എ സ്ഫിയർ ഈസ് ട്രൂ. ഇതിൽ ഈസ് ട്രൂ എന്നതിന് മുമ്പുള്ള ഭാഗം സ്റ്റോറിയാണ്, അത് സബ്ജക്റ്റാണെന്ന് അറിയാം. അതുപോലെ ഇതിന് മുമ്പുള്ള ഭാഗം എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരുന്നേ പറ്റൂ. അത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ സ്റ്റോറിയുടെ സ്ഥാനത്ത് വന്നില്ല എന്താണ്? ദാറ്റ് ദ എർത്ത് ഈസ് എ സ്ഫിയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി ഉരുണ്ടതാണ് എന്നത്. ഭൂമി ഉരുണ്ടതാണ് എന്നത്. അപ്പോൾ ദാറ്റിൻ്റെ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നുള്ളതിൻ്റെ കൂടെ ഇത് ചേർക്കുന്നു, എന്നത്. അപ്പോൾ ദാറ്റ് അങ്ങനെ ചേർക്കുമ്പോൾ എന്തായി? ഇതിൻ്റെ അർത്ഥം എന്തായി? ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫിയർ എന്നുള്ളത് ഭൂമി ഉരുണ്ടതാണ് എന്നൊന്നാണ്. അതിന് ദാറ്റ് ചേർപ്പം എന്നത് എന്നും കൂടിയായി. ആ ഭൂമി ഉരുണ്ടതാണെന്നത് ഈസ് ട്രൂ, സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ളതാകും എന്ത് പറയും. അപ്പോൾ ഇതൊരു സബ്ജക്റ്റ് സ്റ്റോറി വന്നതുപോലെ അതിൻ്റെ സ്ഥാനത്തൂടെ വന്നത് ദാറ്റ് എർത്ത് ഈസ് എ സ്ഫിയർ എന്നൊരു വാചകമായതുകൊണ്ട് ആ വാചകം എന്തിന് തുല്യമായിരിക്കും? നൗണിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ വാചകം ദാറ്റ് എർത്ത് ഈസ് എ സ്ഫിയർ എന്നുള്ളത് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ദാറ്റിന് അവിടെ അർത്ഥം വരിക എന്നത് എന്നാണെന്നും മനസ്സിലായി. ഇനി മറ്റൊരു, ദാറ്റ് എർത്ത് ഈസ് എ സ്ഫിയർ, ഭൂമി ഉരുണ്ടതാണെന്നത്. എസ്റ്റോണിഷ്ഡ്, അത് എന്തർത്ഥം? അത് ആശ്ചര്യപ്പെടുത്തിയാരെ? സം സ്റ്റുഡൻസ്, ചില വിദ്യാർത്ഥികളെ. ഇവിടെ ഇത് വന്നിട്ടുള്ളത് എന്താണ്? വെർബിന് മുമ്പിൽ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഒരു വാചകത്തെ ഉപയോഗിക്കുന്നത് കണ്ടു. ആ വാചകം നൗണിന് തുല്യമായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് അവ എന്താണ്? നൗൺ ക്ലോസ് ആണ്. അപ്പോൾ നൗൺ ക്ലോസ് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും, ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിനുപയോഗിച്ച അങ്ങനെ നൗൺ ക്ലോസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ച പദം എന്താണ്? ദാറ്റ്. അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? എന്നത് അല്ലേ? എന്ന് അർത്ഥം എടുക്കാം, എന്നത് അർത്ഥം എടുക്കാം. ഇനി ഇത് മാത്രമാണോ ഈ നൗൺ ക്ലോസ് ഉണ്ടാക്കാനുള്ള വാക്ക് കൺജക്ഷൻ എന്ന് വെച്ചാൽ അല്ല. പിന്നെ ഏതൊക്കെയാണ്? നമ്മൾ ചോദ്യ വാക്കുകളായിട്ട് ഉപയോഗിക്കുക. ഹൂ, വിച്ച്, വേർ, വെൻ, ഹൗ, അങ്ങനെ ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ, അങ്ങനെയുള്ളതും ഒക്കെയും. വിച്ച് പ്ലസ് നൗൺ, വിച്ച് ബുക്ക്, വിച്ച് മാൻ, വിച്ച് കൺട്രി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളത്. കൂടാതെ ഇഫ്, വെദർ, അതുപോലെയൊക്കെ ഇതുപോലെ ഉപയോഗിക്കാം. ഈ ചോദ്യവാക്കിൻ്റെ മുമ്പിൽ പ്രിപ്പോസിഷൻ ചേർത്തും ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് വിത്ത് വാട്ട്, ആ പ്രിപ്പോസിഷനുണ്ട്, ചോദ്യവാക്കുണ്ട്. അവ ചേർന്നിട്ടുള്ള രണ്ടും കൂടിയിട്ടുള്ള ആ ഗ്രൂപ്പിനെയും നമുക്ക് ഇതുപോലെ നൗൺ ക്ലോസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ, അതൊരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രദർശിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങളപ്പോൾ അത് എഴുതിയെടുത്ത് ബൈ ഹാർട്ട് പഠിച്ച് ഉറപ്പിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക്
നൗൺ ക്ലോസുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യമായിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ലിസ്റ്റിൽ കുറേ കൺജങ്ഷൻസ് നിങ്ങൾ കണ്ടു അല്ലേ? ആ ലിസ്റ്റിലെ കൺജങ്ഷനിലെ ചിലതെടുത്ത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. എല്ലാം വിശദീകരിച്ചു തരാൻ നേരം ഉണ്ടാവില്ലേ? കാരണം ആൾക്കാരെ അത് വർഷങ്ങൾ പിടിച്ച് പഠിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം മോഡൽ മനസ്സിലാക്കി അതുപോലെ അർത്ഥകഥകൾ പഠിക്കണം. നമ്മൾ ഒരു മോഡലായിട്ട് വാട്ട് ചാറ്റെടുക്കാം. വാട്ടിൽ എന്താ അർത്ഥം കൊടുക്കലെന്ന് നോക്കിയാൽ കാണാം. എന്ത് പിന്നെ കുത്തുകൾ ഇട്ടിട്ട് എന്ന് അറിയാവുന്നത്, കൂടാതെ എന്തെന്നത് അങ്ങനെയാണ് അർത്ഥം കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വാട്ടിൻ്റെ അർത്ഥം വെച്ച് തുടങ്ങുകയും എന്തെന്ന് തുടങ്ങുകയും പിന്നെ വാചകാവസാനം എന്ന് അല്ലെങ്കിൽ എന്നത് എന്ന് കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കിട്ടുക. അതാണ് വാട്ടിന് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. പ്രത്യേകിച്ചും എപ്പോൾ നൗൺ ക്ലോസ് ഉണ്ടാക്കാൻ വാട്ട് ഉപയോഗിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കുക, അത് വാചകത്തിൽ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അവൻ്റെ ആവശ്യങ്ങൾ എനിക്കറിയാം. അവൻ്റെ ആവശ്യങ്ങൾ എനിക്കറിയാം. എനിക്ക് അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. അവൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു എന്നും പറയാം. രണ്ടോർത്തം. എനിക്കറിയാം എന്നുള്ളത് ഞാൻ അറിയുന്നു, അതങ്ങനെയാണ് ഇംഗ്ലീഷിൽ കൂടുതൽ എഴുതാം. അപ്പോൾ നമുക്കറിയാം, എനിക്കറിയാം, അത് ഞാൻ അറിയുന്നു. ഐ നോ, ഐ സബ്ജക്റ്റ് നോ, ഇതൊക്കെ അറിയാം. എന്തറിയുന്നു? ഹിസ് നീഡ്സ്, അവൻ്റെ ആവശ്യങ്ങൾ. ഐ നോ ഹിസ് നീഡ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ തർജ്ജമ, നിങ്ങൾക്കറിയാം. അതിൽ സബ്ജക്റ്റ് വെർബ് അറിയാം, ഓബ്ജക്റ്റ് ഹിസ് നീഡ്സ്, അവൻ്റെ ആവശ്യങ്ങൾ. ഇത് അവൻ്റെ അതേ വാചകം മറ്റൊരു തരത്തിലും പറയാം. എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്നത് അല്ലെങ്കിൽ എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ അറിയുന്നു, അങ്ങനെയും പറയാം അല്ലേ? ഇതേ അർത്ഥം തന്നെയാണ് ഇതിനുള്ളത്. എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്ന് അല്ലെങ്കിൽ എന്നത് എനിക്ക് അറിയാം. അപ്പോൾ എനിക്കറിയാം, അതാണ് സബ്ജക്റ്റ്. അയ്യാട് അറിയാമെന്നുള്ള വെർബാണ്. അപ്പോൾ എനിക്കറിയാമെന്നുള്ളത് ഐ നോ, അതാണ് ഫസ്റ്റ് വരെ. എന്തറിയാം, ആണ് അടുത്ത ചോദ്യം. എന്ത് അവന് ആവശ്യമുണ്ട് എന്നത് എനിക്കറിയാം. ഈ വാചകത്തിൻ്റെ അർത്ഥം എന്താ? ഹീ നീഡ്സ്, അവൻ ആവശ്യപ്പെടുന്നു. ഹീ നീഡ്സ്, ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ മുമ്പിൽ വാട്ട് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഇതിൻ്റെ മുമ്പിൽ വാട്ട് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? വാട്ട് വയ്ക്കുമ്പോൾ എന്ത് എന്നിൽ തുടങ്ങുക, എന്തെന്നിൽ തുടങ്ങുക. എന്ത് അവൻ ആവശ്യപ്പെടുന്നു, ലാസ്റ്റിൽ എന്ന് എന്നുള്ളത് അല്ലെങ്കിൽ എന്നത് എന്ന് ചേർത്ത് പറയുക. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? എന്ത് അവൻ ആവശ്യപ്പെടുന്നു, വാചകാവസാനം എന്ന് അല്ലെങ്കിൽ എന്നത് ചേർത്ത് പറയുക. അപ്പം രണ്ട് തരത്തിൽ അർത്ഥം എടുക്കാം. എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്ന് അങ്ങനെ അർത്ഥം എടുക്കാം, അല്ലെങ്കിൽ എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്നത് ആയി. അപ്പോൾ ഇത്രയും ഭാഗം ഈ പച്ച ബ്രാക്കറ്റിൽ ഉള്ളതിന് തുല്യമാണ്. ഈ പച്ച ബ്രാക്കറ്റിൽ എഴുതിയതിന് തുല്യമാണ് എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്നത്. ഇവിടെ അവൻ്റെ ആവശ്യങ്ങളാണ് ഒബ്ജക്റ്റ്. ഇതിലോ
ഐ നോ എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു. പിന്നെ എനിക്കറിയുന്നു, അത് കഴിഞ്ഞ ഓബ്ജക്റ്റ്. ഇവിടെ എന്താ ഓബ്ജക്റ്റ് വന്ന്? ഐ നോ വാട്ട് ഹി നീഡ്സ്, എന്തവൻ ആവശ്യപ്പെടുന്നു എന്ന് അറിയാം. അപ്പോൾ ഇതെന്താ, ഈ വാട്ട് ചേർത്ത ഭാഗം എന്താണ്? എന്ത് ആവശ്യപ്പെടുന്നു എന്ന്, അവൻ എന്ത് ആവശ്യപ്പെടുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്ന് ആണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ എന്ത് എന്നതെന്ന് അർത്ഥമെടുക്കാം. അവൻ ആവശ്യപ്പെടുന്ന എന്ത് അവൻ ആവശ്യപ്പെടുന്നു എന്ന് എനിക്കറിയാം, എന്നത് എനിക്കറിയാം, അങ്ങനെ അർത്ഥമെടുക്കാം. വേണമെങ്കിൽ എന്തെന്ന് അർത്ഥമെടുക്കാം. അങ്ങനെ എന്തെന്ന് ഒരുമിച്ച് കൂട്ടിയിട്ടും വേണമെങ്കിൽ അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ എന്തെന്നത് കൂട്ടി അർത്ഥമെടുക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തെന്നത് പറഞ്ഞാൽ മതി. അവൻ ആവശ്യപ്പെടുന്നു പ്ലസ് എന്തെന്ന് വെച്ചാൽ അവൻ അർത്ഥമെടുക്കുന്നത് എന്തെന്ന് എനിക്കറിയാം, അങ്ങനെയും അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ എന്തെന്നത് അർത്ഥമെടുക്കാം. അവൻ ആവശ്യപ്പെടുന്നു പിന്നെ എന്തെന്നത് ചേർത്ത് പറയാം. അവൻ ആവശ്യപ്പെടുന്നത് എന്തെന്ന് എനിക്കറിയാം, അങ്ങനെയും വേണമെങ്കിൽ അർത്ഥം എടുക്കാം. എങ്ങനെ ആദ്യം പറഞ്ഞ രീതിയിൽ അർത്ഥം എടുക്കാനാണ് ഒന്നുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം. അപ്പൊ ഇത് സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ സബ്ജക്റ്റ് ആയി നോന്നുള്ളത് വെർബ്, ഇത് ഓബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വാചകമാണ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് വാട്ട് ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. ഒരു വാചകത്തിൻ്റെ മുമ്പിൽ വാട്ട് ചേർത്തുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായി? ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നൊരു വാചകമായി മാറി എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റായി ഉപയോഗിക്കുന്ന നൗണാണ്. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് വരിക? ഒബ്ജക്റ്റ് നൗണ് തുല്യമായ വാചകം അഥവാ നൗൺ ക്ലോസ് എന്നാണ് മനസ്സിലായി. ഇതുപോലെ ഇതൊക്കെ സബ്ജക്റ്റായിട്ട് ഒക്കെ ഉപയോഗിക്കാം. ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നൗണായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് ഉപയോഗിക്കാമല്ലോ. നൗണായിട്ട് ഒരു നൗൺ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെയൊക്കെ ഈ നൗൺ ക്ലോസും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹു എന്നുള്ളതിൻ്റെ നമുക്കറിയാം എന്താണ്. ഹു എന്നുള്ളത് ആര് എന്നുള്ളതാണ്. അപ്പോൾ ആര് എന്ന് അങ്ങനെ അർത്ഥമെടുക്കണം. വിച്ചിന് വെച്ചാൽ ഏത് എന്ന്, അല്ലെങ്കിൽ എന്നത്. വെന്നെങ്കിൽ എപ്പോൾ എന്നത് എന്നൊക്കെ അർത്ഥമെടുക്കണം എന്ന് മനസ്സിലായി. ഹൗ എന്ന് വെച്ചാൽ എന്താ അർത്ഥമെടുക്കുക? എങ്ങനെ, പിന്നെ അവസാനം എന്ത് അല്ലെങ്കിൽ എന്നത്, അങ്ങനെയൊക്കെ അർത്ഥം എടുക്കണം. മനസ്സിലായ? ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾക്ക് എഴുതിയ ഓരോന്നും വിശദീകരിച്ച് തരാം. എല്ലാത്തിൻ്റെയും മലയാളം എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് വാചകങ്ങൾ മാത്രം എഴുതി വിശദീകരിച്ച് തരാം. ഓക്കെ, സമയം കുറച്ചാലോ എന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ ഹൂ, വിച്ച്, വേർ, വെൻ, ഹൗ എന്നിവയുടെ പ്രയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം ഹൂ ആരെന്നാണ്. അതപ്പോൾ ഈ ഡൗൺ ക്ലോസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? ആര് എന്നതറിയാം. അതുപോലെ വിച്ചാണെങ്കിൽ ഏത് എന്നാണ്. വേർന്ന് വെച്ചാൽ എവിടെ എന്ന് അല്ലെങ്കിൽ എന്നത് എന്നാണ്. വെൻ എപ്പോൾ എന്ന് അല്ലെങ്കിൽ എപ്പോൾ എന്നത് എന്നാണ്. ഹൗ ആണെങ്കിൽ എങ്ങനെ എന്ന് അല്ലെങ്കിൽ എന്തത് ആണെന്നെ ഞാൻ പറയാതെ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇല്ലേ? ശരി, ഗുഡ്. അപ്പം എങ്ങനെ അർത്ഥം എടുക്കുക? ആദ്യം ഇതിൻ്റെ അർത്ഥം പറയുക, ബാക്കി തുടർന്ന് വരുന്നതിൻ്റെ അർത്ഥം പിന്നെ പറയുക, ലാസ്റ്റ് ഈ ബ്രാക്കറ്റ് അവസാനിക്കുമ്പോൾ എത്തുമ്പോൾ എന്ന് അല്ലെങ്കിൽ എന്നത് ചേർത്ത് പറയുക. പെട്ടെന്ന് അർത്ഥം എടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ അത്. ഹി ടോൾഡ് മീ എ സ്റ്റോറി എന്നാണെന്ന് വിചാരിക്കുക. ഹി ടോൾഡ് മീ എ സ്റ്റോറി, അവൻ എന്നോടൊരു കഥ പറഞ്ഞു. അതിലെ കഥ എന്നുള്ളത് എവിടെ വരുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി എന്നുള്ളത് ലാസ്റ്റാണ് വരുന്നത്. അതൊരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്കറിയാം. സ്റ്റോറി ഡയറക്റ്റ് ഓബ്ജക്റ്റാണ് നമുക്കറിയാം അവസാനം എന്നത്. അപ്പോൾ അതുപോലെ ഹി ടോൾഡ് മീ, ആ സ്റ്റോറിയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണ്? ഹൂ കെയും. ഹൂ കെയും ഇതിനകത്ത് എടുക്കുക. അപ്പോൾ ഹൂ ആര്, കെയും വന്നു. അപ്പോൾ അങ്ങനെ പിന്നെന്ത് ചേർത്ത് എടുക്കണം? ഇങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കുമ്പോൾ, ഡൗൺ ക്ലോസ് ആയിട്ട് വെക്കുമ്പോൾ എന്ന് അല്ലെങ്കിൽ എന്നത് അല്ലേ. ആര് വന്നു
എന്ന് അല്ലെങ്കിൽ എന്നത് അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ എന്തു പറഞ്ഞു? ആര് വന്നുവെന്ന് അല്ലെങ്കിൽ ആര് വന്നു വന്നത്. അപ്പോൾ ഹി ടോൾഡ് മീ ഹൂ കെയിം, ആര് വന്നു വന്നത് അവനോട് പറഞ്ഞു. ആ ഹൂ വെച്ചുള്ള അപ്പുറം മനസ്സിലായില്ലേ? എന്ന് അല്ല, ആര് എന്ന് എന്നത് അല്ലെങ്കിൽ എന്നത്. അടുത്ത് നോക്കുക. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹിസ് നെയിം എന്ന് പറഞ്ഞത് അർത്ഥം എനിക്ക് അവൻ്റെ പേരറിയില്ല. അവിടെ ഹിസ് നെയിം എന്നുള്ളത് ഓബ്ജക്റ്റാണ്. പക്ഷേ അതേപോലൊരു വാചകമാണ് ഇത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്തറിയില്ല, അതാണ് അടുത്ത് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഓബ്ജക്റ്റാണ് ഈ ബാക്കി വരുന്ന ഭാഗം. ഐ ഡോണ്ട് നോ ഹിസ് നെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേരറിയില്ല. എന്തറിയില്ല? പേര്. അപ്പം എന്താണത്? ഓബ്ജക്റ്റാണ്. അതുപോലെ എനിക്കറിയില്ല എന്ത്. വിച്ച് ബുക്ക് ഹി ബോട്ട്. ആ ഇത് ആദ്യ അർത്ഥം ഇതിൻ്റെ അടുത്ത് വിച്ചിൻ്റെ അർത്ഥം അറിയാം ഏത്. പിന്നെ അത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റ് ഒരു എന്ന് അല്ലെങ്കിൽ എന്നത് എടുക്കണമെന്ന് മനസ്സിലായി. അപ്പൊ വിച്ച് ബുക്ക് ഹി ബോട്ട് എന്നർത്ഥം ഏത് ബുക്ക് അവൾ വാങ്ങി എന്ന്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അങ്ങനെയാണ് മലയാളത്തിൽ അർത്ഥം എടുക്കുക. ഐ ഡോണ്ട് നോ വിച്ച് ബുക്ക് ഷീ ബോട്ട്. അടുത്തത് നോക്കുക. ഷീ ടോൾഡ് മീ വേർ ഷീ ലിവ്സ്. അപ്പോൾ നിങ്ങളെൻ്റെ അർത്ഥം ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ, എന്താ വരിക? ഹീ ടോൾഡ് മീ, എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറി പോലെ ആ സ്റ്റോറി സാധനത്തിൽ ഈ വാചകത്തിൽ എന്താ വന്നിട്ടുള്ളത്? വേർ ഷീ ലിവ്സ്. ഷീ ലിവ്സ് നമുക്കറിയാം, അവൾ ജീവിക്കുന്നു. വേർ ഷീ ലിവ്, എവിടെ അവൾ ജീവിക്കുന്നു എന്ന് അല്ലെങ്കിൽ എന്നത് ഐ ഡോണ്ട് നോ, അവൻ എന്നോട് പറഞ്ഞു. അവൾ എവിടെ അവൾ ജീവിക്കുന്നുവെന്ന് അല്ലെങ്കിൽ എന്നത് അവൻ എന്നോട് പറഞ്ഞു. അടുത്ത് നോക്കുക. അപ്പോൾ വേണ്ട അർത്ഥം നമുക്ക് മനസ്സിലായി, എവിടെ എന്ന്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നേരത്തെ കണ്ടാണ് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്തറിയില്ല, അത് ഓബ്ജക്റ്റാണെന്നറിയാം. എന്ത് എന്ന് ചോദ്യോത്തരം വരും. ഇവിടെ എന്തെന്ന് ചോദ്യോത്തരം വരുന്ന ഭാഗമാണ് ബ്രാക്കറ്റിലിട്ടത്. എന്താണത്? വെൻ ദ ബസ് വിൽ കം. ബസ് വിൽ കം, അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ബസ് വരും. വെൻ ചേർക്കുമ്പോൾ എന്താ പറയുക? എപ്പോൾ ബസ് വരുമെന്ന് അല്ലെങ്കിൽ വരുമെന്നത് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ നോ ഹൗ ഷീ സോൾവ് ദ പ്രോബ്ലം. ഐ നോ, എനിക്കറിയാം. എന്തറിയാം? ഐ നോ, അത് ഒബ്ജക്റ്റാണ്, നേരത്തെ കണ്ടാണ്. ഹൗ ഷീ സോൾവ് ദ പ്രോബ്ലം. ഷീ സോൾവ് ദ പ്രോബ്ലം എന്നറിയാം. അവൾ സോൾവ് ചെയ്തു, പരിഹരിച്ചു. പ്രോബ്ലം, പ്രശ്നം. അവൾ പ്രശ്നം പരിഹരിച്ചു. ഹൗ ചേർക്കുമ്പോൾ എങ്ങനെ അത് വെച്ച് തുടങ്ങണം അല്ലേ? എങ്ങനെ അവൾ പ്രശ്നം പരിഹരിച്ചു. ലാസ്റ്റ് എന്ത് ചേർത്ത് പറഞ്ഞ ഇന്ന് എന്നത് ഐ നോ, എനിക്കറിയാം. വേണമെങ്കിൽ എന്നത് ഈ ഹൗവിനെ എങ്ങനെ ഡാഷ് ഡാഷ് എന്ന് കണ്ട പോലെ എങ്ങനെ എന്ന് ഒരുമിച്ച് അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എന്നത് അർത്ഥമെടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയാൻ നോക്കാം. അത് അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പറയണം, അവൾ പ്രോബ്ലം പരിഹരിച്ചത് എങ്ങനെയെന്ന്. അങ്ങനെയും അർത്ഥമെടുക്കാം. എനിക്കറിയാം, എങ്ങനെയെന്നത് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്താണ് ഹൂവ് അല്ലെ വിറ്റ് വേറ് വെൻ്റെ അർത്ഥം എങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്തൊരു വാചകം തന്നെയാണ്. പച്ച ബ്രാക്കറ്റിട്ടുള്ള ഓരോ ഭാഗവും എന്താണ് ഒരു വാചകമാണ്. പക്ഷെ അതൊക്കെ ഒരു നൗണ് തുല്യമായിട്ട് ഓബ്ജക്റ്റുകളായിട്ട് വാചകത്തിൽ ഉപയോഗിക്കുക എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റ് ഈ നൗൺ ക്ലോസ് ആണ് എന്ന് മനസ്സിലായി. അതെങ്ങനെ എഴുതുക എന്ന് മനസ്സിലായി. എന്താ ചെയ്തിട്ടുള്ളത്? വാചകത്തിൻ്റെ മുമ്പിൽ അതങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. എങ്ങനെ അർത്ഥം എടുക്കണമെന്ന് മനസ്സിലായി. ചോദ്യവാക്കിൻ്റെ അർത്ഥം പറഞ്ഞ് തുടക്കത്തിൽ പറയുക, പിന്നെ ബാക്കി ഭാഗത്തിൻ്റെ അർത്ഥം പറയുക, അവസാനിക്കുന്നിടത്ത് എന്ന് അല്ലെങ്കിൽ എന്നത് ചേർത്ത് പറയുക. അപ്പോൾ പെട്ടെന്ന് കിട്ടും എന്നും മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഒരു വിധമൊക്കെ ഇത് എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് പഠിച്ച് അധികം എടുക്കുകയാണെങ്കിൽ ആ കൺഫ്യൂഷൻ ആകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി നൗൺ ക്ലോസിനെ കുറിച്ച് പഠിച്ചാൽ
ഈ നീളമുള്ള വാചകങ്ങൾ എഴുതുന്നതിൻ്റെ രഹസ്യം ഒരുവിധം കഴിയും. പിന്നെ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്താണെന്ന് പഠിക്കാം. മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള ചില വാക്യങ്ങളുണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് വിളിക്കുക. പിന്നെ അവ ഇപ്പം നമ്മൾ പഠിച്ച കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് കൂടി പഠിക്കാണ്ട്. കോമ്പൗണ്ട് സെൻറ്റൻസും പഠിച്ചാൽ രണ്ട് കൂട്ടി എഴുതുമ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസിന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വാചകങ്ങൾ എന്നതിൻ്റെ പഠനം അവസാനിച്ചു എന്ന് പറയാം. അത് തുടർന്ന ക്ലാസ്സിലാവാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.